അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖം കരുതുന്നു. നല്ല മഴയാണ്, അടിപൊളി മഴയാണ്. ഇന്ന് ചെയ്യുന്നത് നോർത്ത് ഇന്ത്യൻ ഡിഷായ സാമ്പാർ വടയാണ്. സ്കൂളെല്ലാം തുറന്നതല്ലേ, കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കുക. കുട്ടികൾക്കെല്ലാം ഇഷ്ടമാവും, നല്ല രസമുണ്ട് തിന്നാൻ. 4 മണിക്കൂർ നേരം ഉഴുന്ന് പൊതിർത്ത് വെക്കുക. നമുക്ക് ആവശ്യമുള്ള ഉഴുന്നെടുക്കുക. അതിന് ശേഷം അരച്ചിട്ട് ഒരു 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം ഉഴുന്ന് ചേർത്തിട്ടുള്ള ഒരു ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഉഴുന്ന് നല്ല സാധനമാണ്. മെലിഞ്ഞ കുട്ടികളാണെങ്കിൽ തടി വെക്കും, പിന്നെ നല്ല ബുദ്ധി ഉണ്ടാവും. അരച്ചെടുത്ത ഉഴുന്ന് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമുക്ക് ഒരു 4 മണിക്കൂർ ആകുമ്പോഴേക്കും അത് നല്ലോണം പതഞ്ഞ് പൊങ്ങി വരും. പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ സാധാ പരിപ്പില്ലേ, അത് ഒരു കപ്പ് പരിപ്പ് ഞാൻ വെള്ളത്തിൽ പൊതിർത്ത് വെച്ചതാണ്. പൊതിർത്ത് വെച്ചെന്നാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മളെ സ്റ്റീലിൻ്റെ ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കടുക് ഇട്ട് പൊട്ടിക്കുക. അതിനുശേഷം കായപ്പൊടി ഇട്ട് കൊടുക്കുക. കായപ്പൊടി എണ്ണയിലിട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഇത്രയും പച്ചക്കറിയാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മാറ്റിയെടുക്കുക. നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നടുവിലൊരു കൊയ്യാക്കിയിട്ട് അതിൽ കുറച്ച് ചെറിയ ഉള്ളി 2 കഷ്ണമാക്കിയ ചെറിയ ഉള്ളി, ഒരു 4ഓ 5ഓ അത്ര മതി. ചെറിയ ഉള്ളി കട്ട് ചെയ്ത്, വലിയ ഉള്ളി ആയതുകൊണ്ട് കുറേ കാണുന്നത്. അതിനുശേഷം നമ്മൾ ഏറ്റവും ലാസ്റ്റായിട്ട് തക്കാളിയും മുരിങ്ങക്കോലും വേണം അത് ചേർത്ത് കൊടുക്കുന്നത്. മുരിങ്ങ നമ്മൾ ആദ്യം ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിക്കളയും, കലങ്ങിപ്പോവും മുരിങ്ങ. അതുകൊണ്ടാണ് ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. മുരിങ്ങ ഇടുന്ന സമയത്ത് ഉപ്പ് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ മുരിങ്ങ വേഗം 4 കഷ്ണമായി പോവും. ഉപ്പിട്ട് കൊടുത്താൽ ഒന്ന് ഉറച്ച് നിൽക്കും. ഇനി ഈ വഴറ്റിയ സാധനത്തിന് നമ്മൾ കുറച്ച് മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം. സാമ്പാർ മസാല ചേർത്ത് കൊടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. കുറച്ച് നല്ല ജീരകം അതൊന്ന് ചേർത്ത് കൊടുക്കണം. സാമ്പാർ പൊടി 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പരിപ്പിൽ വെറും മഞ്ഞൾ മാത്രം ഇട്ടിട്ടാണ് വേവിച്ചത്. അതുകൊണ്ട് സാമ്പാർ പൊടി ഇതിൽ ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് നല്ലൊരു മണം വരും. ആ സമയത്ത് നമ്മൾ അടുപ്പിൽ നിന്ന് വാങ്ങുക. എന്നിട്ട് ഞാൻ പരിപ്പുണ്ടല്ലോ, ആ പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കുക. അതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. നമ്മൾ ആ ചട്ടി കഴുകിയിട്ട് കുറച്ചും കൂടി വെള്ളം, നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ചൂടുവെള്ളം ഈ പരിപ്പിലേക്ക് കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കുക. ഈ കറിയാകുമ്പം ഒരുപാട് തിക്കാവണ്ട, കുറച്ച് വെള്ളം ലൂസായിട്ട് തന്നെ വേണം കറി. നമ്മളിപ്പോൾ സാമ്പാറിൽ കുറച്ചുകൂടി വെള്ളം ഞാൻ ആ ചീനച്ചട്ടി കഴുകിയിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഉപ്പ് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പ് നമുക്ക് കൂടി ഇട്ട് കൊടുക്കാം. ഇതിന് കായപ്പൊടി മസ്റ്റാണ്. ഞാൻ ഇതിലൊരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ തിളച്ച് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ സ്പൂൺ അങ്ങനെ ചെയ്ത് കൊടുത്താൽ കുക്കറിൻ്റെ മൂടിയൊന്നും അങ്ങനെ വൃത്തികേടാവില്ല, മേലേക്ക് പതച്ച് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇതൊന്ന് താളിച്ചെടുക്കുക. കടുകാതി പൊട്ടിച്ചതാണ്. കറിവേപ്പിലയും പച്ചമുളകുകളും കുറച്ച് അതിനൊന്ന് താളിച്ച് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കറിയുടെ റെഡിയായി ഇട്ട് കൊടുക്കണ്ട. സാമ്പാർ റെഡിയായി. കുറച്ച് മല്ലിച്ചപ്പും പിന്നെ നമ്മളെ കായപ്പൊടി മസ്റ്റാണ്. സാമ്പാർ റെഡിയായി. ഇനി നമ്മൾ ഈ ഉഴുന്നിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു വെല്ലുള്ളിൻ്റെ പകുതി ചെറുതായി അരിഞ്ഞത്, പിന്നെ കുറച്ച് കുരുമുളക്, കറിവേപ്പില കട്ട് ചെയ്തത്, പിന്നെ എല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് ഞാൻ ഉണ്ണിയപ്പം ചട്ടിയില്ലേ, അതിലാണ് ഇത് ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. രാവിലെ തന്നെ എണ്ണ ഉഴുന്ന് വടയാകുമ്പോൾ എണ്ണ കഴിക്കണമല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് എണ്ണ ഇത്തിരി തടവി കൊടുത്താൽ മതി. നല്ല രസമുണ്ട് കഴിക്കാൻ. ഇനി ഇത് മുഴുവനായിട്ട് ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക. ലോ ഫ്ലെയിമിൽ ഒഴിച്ചാൽ മതിയേ. എന്നുവെച്ചാൽ നമ്മളെ ആ ഉഴുന്നിൽ വേറൊന്നും ചേരുന്നില്ല. അപ്പോൾ ഉഴുന്നാകുമ്പം നല്ലോണം പത പോലെ പൊങ്ങി നിൽക്കുന്ന സാധനമാണല്ലോ, കൂട്ടാണല്ലോ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇതൊന്ന് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക. ആദ്യം ഒഴിക്കുക, പിന്നെ മറിച്ചിട്ട് കൊടുക്കുക, പിന്നെ അത് ഒരു ടൂത്ത്പിക്കോ എന്തെങ്കിലും വെച്ച് കുത്തിയെടുക്കുക. നല്ല രസമുണ്ട് കഴിക്കാൻ. പിന്നെ ഇനി നമ്മളിത് കഴിക്കേണ്ട എങ്ങനെ കഴിക്കണം എന്നുള്ളത്, നമ്മളൊരു ബൗളിൽ ഇത് വട ഇട്ട് കൊടുക്കുക. അതിൻ്റെ മേലെ നമ്മൾ സാമ്പാർ തിളക്കണ്ട, കുറച്ച് തണിഞ്ഞ സാമ്പാറായിക്കോട്ടെ, സാമ്പാർ ഒഴിച്ച് കൊടുക്കുക. അതിൽ നിന്ന് നമ്മൾ ആ സാമ്പാറടക്കം കോരി കഴിക്കുക. പച്ചക്കറി സാമ്പാറൊക്കെ കോരിയിട്ട് കഴിക്കുക. അങ്ങനെയാണ് ഈ വട കഴിക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ബൈ, താങ്ക് യു. അടുത്ത വീഡിയോയിട്ട് വരാം.